ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകി 2 വീട്ടുകാർ. ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ 2 വീട്ടുകാരാണ് സ്ഥലം വിട്ടു നൽകിയത്. ഇതോടെ പോസ്റ്റ് ഓഫീസ് റോഡിലെ പ്രധാന വളവുകളിലൊന്ന് നിവർത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് 2 വീട്ടുകാർ സ്ഥലം വിട്ടു നൽകിയത്. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം ചിറയത്ത് കോണിക്കര ടോമി വർഗീസും ഹംസയുമാണ് സ്ഥലം വിട്ടു നൽകിയത്. ഈ ഭാഗത്ത് റോഡ് വീതി കൂട്ടുന്നതിനൊപ്പം റോഡിന്റെ വളവ് നിവർത്താനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. 100 മീറ്റർ നീളത്തിൽ 3 അടിയോളം സ്ഥലമാണ് 2 വീട്ടുകാർ വിട്ടു നൽകിയത്. റോഡിന്റെ വീതി കുറവുള്ള പ്രദേശങ്ങളിൽ വീതി കൂട്ടി റോഡ് നിർമ്മിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. വികസനത്തിന് സ്ഥലം നൽകാൻ സന്തോഷമായിരുന്നുവെന്ന് ടോമി വർഗീസ് പറഞ്ഞു. ഇത്തവണ പ്രകാശ് ചെയർമാനായതിനു ശേഷം ഈ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഷൊർണൂർ ടൗണിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായ ഈ മഞ്ഞക്കാട് പോസ്റ്റ് ഓഫീസ് റോഡ് വീതി കൂട്ടണമെന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുണ്ടായി. ഞാൻ പറഞ്ഞു, സന്തോഷമാണ് എനിക്ക് വീതി കൂട്ടിത്തരുന്നതിന്. ഞാൻ എൻ്റെ 3 അടി സ്ഥലം വെച്ച് എൻ്റെ പറമ്പിൻ്റെ അറ്റം മുതൽ അങ്ങേറ്റം വരെ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുകയായിരുന്നു. സ്ഥലം ലഭിക്കാൻ പാതയോരത്തുള്ളവരെ സമീപിച്ചെങ്കിലും പലരും പിന്മാറിയെന്നും ടോമി വർഗീസ് മാതൃകയാണെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് റോഡിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ സമീപിച്ചുവെങ്കിലും പലരും അതിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഏവർക്കും മാതൃകയായി ഏതാണ്ട് 3 അടിയോളം സ്ഥലം നഗരസഭയുടെ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി കോന്നിക്കര ടോമി എന്ന എൻ്റെ വാർഡിലെ വോട്ടർ കൂടിയായിട്ടുള്ള ടോമി തയ്യാറായിരിക്കുകയാണ്. ഇത് നമ്മുടെ നഗരത്തിലെ പലർക്കും ഒരു മാതൃകയാക്കാവുന്നതും വികസനം എന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയിൽ അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ് അദ്ദേഹത്തെ ഈ സൽക്കർമ്മത്തിന് പ്രേരിപ്പിച്ചത്.